എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ചിലപ്പോൾ അവിടെ നിന്ന് ചില സൗണ്ട് വരും. അവന്മാർ അവിടെ ഇരുന്ന് ക്യാരം ബോർഡ് കളിക്കുക. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ന്യൂസിൽ കാണുമ്പോൾ മൊത്തം ഇന്നലെ മൊത്തം ഞാൻ പറയാനങ്ങ് സത്യം പറയാം, ഇന്നലെ ഒരു മനസ്സിലായിരുന്നു അത് പറയാനായിട്ട്. എയർ ഇന്ത്യ ക്രാഷ് ആയതേ, എത്ര പേരുടെ ജീവനാണ് പോയത്. അങ്ങോട്ട് പൊങ്ങിയതേ ഉള്ളൂ. എന്താ റീസൺ എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്തോ ഒരു അതിൻ്റെ അകത്ത് ആ തിരുവല്ലായിലുള്ള മലയാളി നേഴ്സിൻ്റെ കാര്യം തിരിച്ച് വരാനായിട്ടിരുന്ന് ഞാൻ 2 മക്കളുണ്ടെന്ന് പറയുന്നു. സഹിക്കാൻ പറ്റത്തില്ല. പിന്നില്ല ഇന്നത്തെ ന്യൂസിൽ മൊത്തം ആ ഡോക്ടർ എലിസബത്തുമായിട്ടൊക്കെ കുറേ ചർച്ച പറയുന്നത് കേട്ട്. അതിലും എത്രയോ പേരെ മനസ്സിലാവുന്നില്ല, എത്രയോ പേരുടെ ആരൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു നിമിഷം കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. അപ്പോൾ പ്രൈസം പറയുക, അവരത്രയ്ക്കേ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ ഇൻഡിഗോയിൽ വന്നത് കാര്യമായിപ്പോയി, എയർ ഇന്ത്യയിൽ എടുക്കാൻ. ഞാൻ പറയും, മോനെ ഇത് നാട്ടിൽ നിന്നുള്ളതല്ല, എന്തു വന്നാലും വരാനുള്ളത് നമ്മുടെ തലയിൽ ദൈവം വിധിച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെ നമ്മുടെ നമ്മുടെ ലൈഫ് എന്തുവാണെന്നൊക്കെ ഉള്ളത് നമ്മളെത്ര സൂക്ഷിച്ചാലും വരാനുള്ളത് വരും. ഇതൊരു വല്ലാത്ത സംഭവമായിപ്പോയി എന്നുള്ളൊരു വല്ലാത്ത സംഭവം. ആരൊക്കെ ഇനി ചെന്ന് ആശ്വസിപ്പിച്ചിട്ട് എന്ത് പോകാനുള്ളവർ പോയി. ആ കുടുംബങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പിന്നെ അങ്ങ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നതുകൊണ്ട് പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാ വീഡിയോയ്ക്കും ഇന്നലെ ഒരുമിച്ചിരുന്ന കമൻറ്റിന് റിപ്ലൈ കൊടുത്തത്. ഞാൻ പറഞ്ഞു ഞാൻ ഇത്തിരി തിരക്കായിരുന്നെന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ വീഡിയോ ഇട്ട് അങ്ങനെ ചിലർ പറയുകയും ചെയ്ത്, കമൻറ്റ് ഇടണേന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിന് റിപ്ലൈ കൂടെ തരണമെന്ന്. ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു ഞാൻ ഇത്തിരി ബിസിയാണ്. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, എനിക്ക് കമൻറ്റ് ഇടണേന്ന്. താല്പര്യമുള്ളവരിടും, എല്ലാവരും ജോലിക്കാരായി. ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും തിരക്കാം. അതിൻ്റെ ഇടയിൽ വന്ന് അവർ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അവർക്കൊരു ഇതായിരിക്കും. പിന്നെ ഞാൻ ആരെയും വേർതിരിച്ച് കണ്ട് റിപ്ലൈ കൊടുക്കാതിരിക്കത്തില്ല. എല്ലാവർക്കും അഥവാ കമൻറ്റ് എവിടെയെങ്കിലും സ്പാമിലെങ്ങാനും പോയി കിടക്കുവാണെങ്കിൽ റിപ്ലൈ കൊടുക്കത്തില്ലെന്നേ ഉള്ളൂ. എനിക്ക് കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. എനിക്ക് ഇന്നാളെന്നൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഒരുപോലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങളാരും ഒരിക്കലും ചിന്തിക്കല് ചേച്ചി ഇന്നാക്ക് കൊടുത്ത് എനിക്ക് തന്നില്ല എന്ന്. ബൈ ചാൻസ് അത് കണ്ടില്ലെങ്കിലേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഇനിയിപ്പം അത് ഇച്ചിരി കുറച്ച് ഇട്ടാൽ മതി എന്നില്ല. ഇന്നലെ 11:30 ആയപ്പോഴാണ് ഞാൻ മാങ്ങാച്ചാർ ഇട്ട് കഴിഞ്ഞത് രാത്രി. ഇപ്പം മാങ്ങാച്ചാർ ആക്കിയാലും വേണേൽ പറയണേ, കുറച്ചുകൂടെ അർജൻറ്റ് ഒരാൾക്ക് വേണമായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ കുറച്ചുകൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പോൾ എന്നോട് ദോശയുടെ ഇഡലിയുടെയും റെസിപ്പി ചോദിച്ചായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് ഞാനീ കാണിക്കുന്നത്. ഞാനിപ്പം ദോശയ്ക്ക് വേറെ ഇഡലിക്ക് വേറെ അങ്ങനെ മാവ് അരച്ച് വയ്ക്കാറില്ല. ഇഡലി ഉണ്ടാകും, ആദ്യത്തെ ദിവസം ഇഡലി, പിന്നെ ദോശ, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോഹയാണ് ഉണ്ടാക്കുന്നത്, അവലും കൊണ്ടേ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇച്ചിരി പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ബെൻസിയുടെ വീഡിയോയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് 1-2 പേര് എൻ്റെ ഇതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടായിരുന്നു, ചിരിച്ച് ഒരു പരുവമായി. അപ്പോൾ ഓമനാൻറ്റി അതിലൊരു കമൻ്റ് ഇട്ടായിരുന്നു, ഈ സ്വഭാവശുദ്ധി എന്നും നിലനിൽക്കട്ടെ. കാരണം ശരിയാണ്, ഇപ്പം നമ്മുടെ മക്കൾ ചിന്തിക്കുന്നതും ഇത്തിരി ദൈവഭയത്തിലൊക്കെ ഓരോന്നൊക്കെ പറയുന്നു. അവരുടെ ചിന്ത ഇങ്ങനെ ഒരു വേറൊരു രീതിയിലല്ല. പക്ഷേ ആൻറ്റി പറഞ്ഞത് മെയിനാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കൂട്ടുകെട്ടലുകളിലൊക്കെ പോകുമ്പോഴും അവരുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണ് മാറുന്നത്. ഞാനും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒരു പന്ന കൂട്ടുകെട്ടലിലും പോകല്ലേ നമ്മുടെ മക്കൾ. നമ്മുടെ
നമ്മൾ വീട്ടിലിരുന്ന് നമ്മളെ അവരനുസരിക്കുന്നു, അവർ നല്ലവരാണ്. മറ്റുള്ളവരുടെ അടുത്ത് നമ്മളുടെ കൂടെ നടക്കുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഉള്ള ഇടപെടലെല്ലാം അവർ നല്ല രീതിയിൽ കാണിക്കുന്നു. പക്ഷേ അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവർ ഏത് രീതിയിലാണ് അവരുടെ ലൈഫ്, അവരുടെ സ്വഭാവം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ലല്ലേ. എപ്പോഴും നമ്മുടെ പ്രാർത്ഥന അതാണ്. എല്ലാ പേരൻസിനും അവരുടെ മക്കൾ നല്ലതായിരിക്കണം, മറ്റുള്ളവർ അവരെപ്പറ്റി നല്ലത് പറയണം, അത് കേൾക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം. നശിച്ചു പോകാൻ പെട്ടെന്ന് പന്നലെന്ന് പറയാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. മറ്റൊരു വ്യക്തിയാണെങ്കിലും ആ കുഞ്ഞ് അവൻ ഇങ്ങനെ അവളല്ലെങ്കിൽ ഇങ്ങനെ, പക്ഷേ ഒരു നല്ല അഭിപ്രായം നമുക്ക് കേൾപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആരും അങ്ങനെ പറയത്തുമില്ല. അപ്പം വേറൊരു കമൻറ്റും വന്നായിരുന്നു, ഇന്നസെൻ്റായിട്ടുള്ള സംസാരമാണ് അവൻ്റെന്ന്. പക്ഷേ അതൊക്കെ ഇതെല്ലാം അതിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നു, പറയുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരെങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം ചിലർ ചിന്തിക്കുക, ആരും പ്രാർത്ഥിക്കാതിരിക്കുകയാണോ, നിങ്ങൾ പറഞ്ഞാലേ അറിയത്തുള്ളൂ എന്ന് ചുരുക്കം ചിലരേലും മനസ്സിൽ വരും. പക്ഷേ അത് മനസ്സിൽ ചിന്തിക്കുന്നവർ ചിന്തിക്കാം. ഞാൻ പറയാനുള്ളത് പറയുന്നു. എപ്പോഴും എൻ്റെയും പ്രാർത്ഥന ഇതാ, നമ്മുടെ മക്കൾ, എൻ്റെ അടുത്ത് പലരും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെയും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും പ്രാർത്ഥിക്കണം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എന്നോട് പറയുന്ന കാര്യം ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോരുത്തർ വെളിയിലൊക്കെ പോയി ഹയർ സ്റ്റഡിക്കൊക്കെ പോയി എത്രമാത്രം പൈസ മുടക്കിയാണ് അവരെ പഠിപ്പിക്കുന്നത്. അവിടെ ചെന്നിട്ട് അതുങ്ങൾക്ക് പഠനവും കഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രശ്നങ്ങളാണ്. ഞാനീ പറഞ്ഞത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് കേട്ടില്ല എന്നങ്ങ് ചിന്തിച്ചോ കേട്ടോ. അപ്പോൾ പൊഹ ഒക്കെ റെഡിയായി. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇവിടെ പിള്ളേർക്ക് ഈ കപ്പലണ്ടി ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. അപ്പം ഞാൻ അത് മൊത്തത്തിൽ വറുത്തിട്ട് കുറച്ച് അവർക്കിട്ട് ബാക്കി കപ്പലണ്ടി താല്പര്യമുള്ളവർക്ക് ലാസ്റ്റിലിടും. അപ്പം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതൊന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട്, ചിലപ്പോൾ ഞാൻ സവാള ചേർക്കും, ചിലപ്പോൾ ചേർക്കത്തില്ല. ഇന്നിപ്പോൾ സവാളയൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നാളത്തേക്കിന് ഞാൻ ഇഡലിക്കും ദോശയ്ക്കും അരി വെള്ളത്തിൽ ഇടാൻ പോകും. ഇഡലിയാണെങ്കിൽ ഇഡലി, ദോശയും രണ്ടും ഉണ്ടാക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെയുള്ള പൊടി അരിയ ഇവിടെ ഞാൻ വാങ്ങിക്കുന്ന കണി റൈസ് എന്ന് പറയും. പച്ചരിയും വാങ്ങിക്കാൻ നല്ല ക്വാളിറ്റി പച്ചരിയും വാങ്ങിച്ചാൽ മതി. അപ്പം ഞാൻ പച്ചരി 2 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഉഴുന്ന് 1/2 ഗ്ലാസ്. ഈ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ഉഴുന്നും. ഇത് ഇങ്ങനെ പൊളന്ന ഉഴുന്ന. അപ്പോൾ അതിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവായൂടെ ഞാനിപ്പം ചേർത്തിട്ട് ഒരുമിച്ചാണ് ഇട്ടത്, സെപ്പറേറ്റ് ഒന്നുമല്ല. നന്നായി ആദ്യം 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു വെള്ളം ഒന്ന് ക്ലീൻ ആവുമ്പം പിന്നെ വെള്ളം ഒഴിച്ച് ഇടും. പിന്നെ ഞാൻ ആ വെള്ളം ഊറ്റിക്കളയത്തേ ഉള്ളൂ. പിന്നെ ഒരു കഴിവൊക്കെ ഇല്ല. പിന്നെ അരയ്ക്കാൻ നേരം ഒരു തവി ചോറുകൂടെ അരയ്ക്കും. ചോറല്ലെങ്കിൽ 3/4 കപ്പ് വെള്ള അവൽ ഒന്ന് കഴുകിയിട്ട് അരച്ചാലും മതി. അപ്പം ഞാനത് അരച്ചൊക്കെ വെച്ച്, ഇത് പിറ്റേന്നത്തെ പിറ്റേന്ന് രാവിലത്തെ വീഡിയോയാണ്. അപ്പം ഞാൻ ആ മിക്സി കഴുകിയിട്ട് വെള്ളം ഉണ്ടായിരുന്നല്ലേ, അതൊന്ന് എടുത്ത് വെച്ചിരുന്നു ഈ പാത്രത്തിൽ. എന്നിട്ട് അതിൻ്റെ തെളി ഊറ്റിക്കളഞ്ഞിട്ട് അടിയിലത്തെ മാവിൻ്റെ അകത്ത് ഉപ്പൂടിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് മാവിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇന്ന് അത് കലക്കി ഒഴിച്ചുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം കൂടിപ്പോയി. ഇത്രയും വെള്ളം വേണ്ടായിരുന്നു ഇഡലിക്ക്. ദോശയാണെങ്കിൽ കുഴപ്പമില്ല, അത്രയും വെള്ളമാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇഡലിക്ക് ഒരു ഇച്ചിരി വെള്ളമായിപ്പോയി. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒന്ന് അരയ്ക്കുന്ന സമയത്തും ഇച്ചിരി ചോറ് ഇന്ന് എൻ്റെ ഇച്ചിരി കൂടിപ്പോയി. ചോറ് അരയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല കുറച്ചുകൂടെ നല്ല മയവും നല്ല ഒരു ടേസ്റ്റും കിട്ടുന്നത് നമ്മൾ അവലരയ്ക്കുമ്പോഴാണ്. വെള്ള അവലില്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഈ ചുമന്ന അവലും ചേർക്കാം, ബ്രൗൺ അവലും ചേർക്കാം. പക്ഷേ ഇഡലിക്കൊക്കെ അത്രയും വെളുപ്പ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. അവലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അത് കുതിർത്തൊന്നും വെക്കണ്ട, ജസ്റ്റ് അതൊന്ന് കഴുകിയിട്ട് നമ്മൾ ഇത് അരയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തങ്ങ് അരച്ചാൽ മതി. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നോട് ചോദിച്ചത് കൊണ്ടാണ്, കമൻറ്റിൽ 2 പേര് ചോദിച്ചത് കൊണ്ടാണ് ദോശയുടെയും റെസിപ്പി ചോദിച്ച് ഇഡലിയുടെയും ചോദിച്ചു. അതുകൊണ്ട് രണ്ടോട് ഒരുമിച്ച് ഞാനങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അറിയാവുന്നവരും അങ്ങ് സ്കിപ്പ് അടിച്ച് വയ്ക്കുമോ.
അപ്പോൾ ചായ ഞാൻ ഇട്ടായിരുന്നു, അതൊന്ന് ആറ്റിച്ചെടുക്കട്ടെ. അപ്പോഴത്തേക്കിന് ഇഡലിയൊക്കെ റെഡിയായി. അപ്പോൾ ഇഡലി ഞാൻ പറഞ്ഞില്ലേ ഒരു ഇത്തിരി വെള്ളമായിപ്പോയി, അതുകൊണ്ട്. പക്ഷേ ഇഡലി സോഫ്റ്റാണ്, അതുകൊണ്ട് ഇച്ചിരി ഇങ്ങനെ പൊങ്ങി വന്നില്ല. അപ്പോൾ ഇനി ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്ന ചമ്മന്തി അല്ലെങ്കിൽ ചമ്മന്തി കറി കേട്ടോ, ആർക്കും പ്രശ്നമില്ലല്ലേ. അപ്പം ചില കമൻസുകൾ വരും, ബിജിക്കുട്ടിയേ, അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ കമൻസ് വായിക്കുമ്പോഴേ എൻ്റെ ഫേസിലൊരു പുഞ്ചിരി വരും. അങ്ങനെ എല്ലാവരും ബിജിക്കുട്ടിയെന്ന് വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലരങ്ങനെ ആ കമൻസ് കാണുമ്പോൾ എനിക്കങ്ങ് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ഇനി ആരും പെടങ്കല്ലേ, ബിജേച്ചിയെന്ന് വിളിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സ്പെഷ്യലി ബിജിക്കുട്ടിയേന്ന് വിളിച്ചുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇതുപോലെ എനിക്കങ്ങ് തോന്നും. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ. എല്ലാവരും കമൻസ് ഇടുന്നത് എനിക്കിഷ്ടം കേട്ടോ, ആരെങ്ങനെ വേണേലും ഇട്ടോ. ഞാനങ്ങനെ ചമ്മന്തി അരച്ചുകൊണ്ട് എൻ്റെ അകത്ത് ഇച്ചിരി പൊട്ടുകടലയും കൂടെ അരച്ചിട്ടുണ്ട്. എന്നാലേ ഇത്തിരി, അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ പൊട്ടുകടല ചേർക്കണമെങ്കിൽ അതനുസരിച്ച് തേങ്ങയുടെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കണം. അപ്പോൾ തേങ്ങ കുറവായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി പൊട്ടുകടലയും കൂടെ ചേർക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാവുമ്പം അത് ഇത്തിരി ഒന്ന് തിക്കാവും. അല്ല തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പം ഞാൻ ഒരു ട്രിപ്പേ ഞാൻ ഇഡലി ഉണ്ടാക്കിയുള്ളൂ, പിന്നെ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞ് എപ്പോഴും ഇവർക്ക് ദോശയില്ലേ ഇഷ്ടം, കട്ടി കുറഞ്ഞ ദോശ. അതുകൊണ്ട് ഞാൻ ഒരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കിയുള്ളൂ. ഒരു അടി എടുത്ത് ഞാനും എടുത്തു കഴിഞ്ഞുകൊണ്ട് പോളിച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റത്. അവൻ പറയാം എനിക്ക് ഇഡലി മതിയായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു നിനക്ക് നീ ഇല്ലേ പറയുന്നത് എനിക്ക് ദോശ മതിയെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു ട്രിപ്പേ ഉണ്ടാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാനവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ തട്ടിൽ എണ്ണ തേച്ചിട്ട് ഇഡലി ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇളകി വരും. പക്ഷേ ബൈ ചാൻസിൽ അത് ഇളകാത്ത പ്രയാസമുണ്ടെങ്കിൽ ഞാൻ ആ സ്പൂണൊന്ന് വെള്ളത്തിലോട്ട് മുക്കും, അന്നേരം അതങ്ങ് റെഡിയാവും. അപ്പോൾ റേച്ചാൻ അടുക്കളയിൽ വന്ന് നിന്ന് എൻ്റെ അടുത്ത് എനിക്ക് അച്ചാറിൻ്റെ ലേബലുകളൊക്കെ ചിലത് തീർന്നു, അതിൻ്റെയൊക്കെ കാര്യം ചോദിക്കും, ഏതൊക്കെയാണ് വേണ്ടിയേ, അവിടുത്തെ പറഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അത് വന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇഡലി എടുത്ത് ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഞാൻ പിന്നെ എൻ്റെ ചായ അവിടെ തണുത്തു, ചായയും കുടിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ഇഡലിയും ദോശ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് പോളി ഞാൻ പറഞ്ഞില്ല എണീറ്റില്ലെന്ന്. അപ്പം ഞാൻ പോയി ഇഡലി എടുത്തോണ്ട് പോയി, ഞാനും കഴിച്ചു. പ്രൈസനും കുറച്ച് കഴിഞ്ഞ് കഴിക്കൂ. ഞാൻ ഇച്ചിരി ഉരുളൻ കിഴങ്ങ് തോരൻ വെക്കാനായിട്ട് അത് എടുത്തിട്ടുണ്ട്. അപ്പം അന്ന് അച്ചാറിനെടുത്ത മീനിൻ്റെ കുറച്ച് ബാക്കിയും കൂടെ, മുള്ളും അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ, പീസായിട്ടൊന്നും അങ്ങനെ ഇല്ല. 2 പ്രാവശ്യം ഉണ്ട്. ആദ്യത്തെ പ്രാവശ്യത്തിൽ കുറച്ച് പീസൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പം ഞാൻ ഇന്നലെ ആ മീൻ ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്തില്ലേ, എൻ്റെ പൊന്നോ, ഇവിടെ എൻ്റെ റേച്ചാനാണെങ്കിൽ അങ്ങനെ മീൻ ഫ്രൈ കഴിക്കുന്നേ അല്ല. മീൻ ഫ്രൈ എന്നല്ല, ഈ ഇച്ചിരിയേലും ബ്ലാക്ക് ഉണ്ടെങ്കിൽ കഴിക്കുന്നതല്ല. ഇന്നലെ രാത്രി ഞാൻ അതിലൊരു ഇച്ചിരി ബ്ലാക്ക് കുറവുള്ളത് അങ്ങനെയുള്ളതാണ് എടുത്തത്. പക്ഷേ ആൾ കഴിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഡീപ് ഫ്രൈ ചെയ്തിട്ടുണ്ടേ ആർക്കും. അല്ലാതെ നമ്മളിപ്പം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാനിലിട്ടുണ്ടാക്കുവാണെങ്കിൽ അത് മനസ്സിലാകും അതിൻ്റെ. ഇതാകുമ്പോൾ അങ്ങ് മുരിഞ്ഞത് കൊണ്ട് മനസ്സിലായി. അതനുസരിച്ച് ഞാൻ നന്നായിട്ട് കുരുമുളകും ഇച്ചിരി മസാലയൊക്കെ നന്നായിട്ട് ചേർത്തായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പ്രൈസനും കണ്ടോടെ കൊള്ളാല്ലേന്നും പറഞ്ഞ് അവനും ഇഷ്ടമായി. അപ്പോൾ ഇനി അങ്ങനെയുള്ള ഐഡിയ ചെയ്താൽ മതി. ഇനി ഞാൻ മുള്ളൊക്കെ ഒന്ന് കറി വയ്ക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.